അസ്സലാമലൈക്കും മക്കളെ, സുഖന്നല്ലേ? പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ പക്കുവടയാക്കാൻ വേണ്ടിട്ട് പോയാണെന്ന് ഇപ്പൊ ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് വെക്കുന്നത്. നല്ല അടിപൊളി മഴയല്ലേ? നന്നായി പൊരിയേണ്ട ആവശ്യമില്ല. ഒന്ന് ഇങ്ങനെ തിരിച്ചിടുന്നത്. ഞാൻ ഇത് ജ്യൂസ് വിഷയിലിട്ടിട്ടൊന്ന് പൊടിക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ് ഞാൻ. ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാതെ ഒന്ന് എല്ലാം പൊരിഞ്ഞ് കിട്ടി. ഇനി നമുക്കിത് കോരിയെടുക്കാം. നന്ന പൊരിയണ്ട, ഇത് ചെറുങ്ങനെ പൊരിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിത് ജ്യൂസിലിട്ടിട്ട് പൊടിക്കേണ്ടതാണ്. ഇതിലേക്ക് തന്നെ ഞാൻ ഉള്ളി വാട്ടാനിടുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ 2 നീരുള്ളിയാണ്. 2 നീരുള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. 2 നീരുള്ളി നന്നായി ഒന്ന് അതേ എണ്ണയിൽ തന്നെ, ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാൻ നീരുള്ളി വാട്ടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ നീരുള്ളി വാട്ടുന്നതിലേക്ക് തന്നെ ഞാൻ 5 ചെറിയ ഉള്ളി, പിന്നെ ചതക്കിയത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, അതെല്ലാം ഒന്നിച്ച് കൂടി ചതക്കിയതാണ്. എല്ലാം ഒന്നിച്ച് ചതക്കി. അതുകൊണ്ട് നന്നായി പച്ച മണം പോട്ട് വാടാൻ വേണ്ടിയിട്ട് നല്ല ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വാടട്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട്, എന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ്, 1 സ്പൂണ് മുളക് പൊടിയിട്ട്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്നിത് വാടണം. നല്ല ഇതൊന്ന് വാടിട്ട് പച്ചമണവും ചോയെല്ലാം പോയിട്ട് വാടിയിട്ട് ചിക്കൻ പൊരിച്ചത് ഒരു ജ്യൂസ് വിഷയിലിട്ടിട്ട് ഒരു കറക്കൽ മാത്രം ഒന്ന് കറക്കിയാൽ മതി. നന്നായി പൊടിഞ്ഞ് ചിക്കൻ നന്നായി പൊടിഞ്ഞ് ചിക്കൻ പൊടിച്ചത് നന്നായി ഞാൻ ഇതാ ഉള്ളിയും പച്ചമുളകും എല്ലാം വാട്ടിയതിലേക്ക് ചിക്കൻ പൊടിച്ചത് ഇട്ട് നന്നായി ഒന്ന് ഇത് വാട്ടാം. നന്നായി ഇതൊന്ന് ഇളക്കി നല്ല പാനിൽ ഇതൊന്ന് നല്ല പൊരിയിട്ട് ഇത് റെഡിയായി, അടിപൊളിയായി ചിക്കനും എല്ലാം. പിന്നെ നന്നായിട്ട് ഇത് നമുക്ക് കോരിയിട്ടെടുക്കാം. ഇപ്പം പക്കുവടക്ക് തയ്യാറാക്കാം. 2 സ്പൂണ് മൈദമാവ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂണ് മൈദമാവ്, 2 സ്പൂണ് കടലമാവ്, 2 സ്പൂണ് ഈര് കണക്കായിട്ടാണ്, 2 സ്പൂണ് പിന്നെ പത്തിൻ്റെ അരി പൊടിച്ചത്, 10ൻ്റെ അരി പൊടിച്ചത്, പച്ചരി അല്ല പൊടിച്ചത്, പുങ്ങലരിയാണ് 2 സ്പൂണ് പൊടിച്ചത് ഇട്ടത്. അതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചത്, മസാല ആക്കിയത് എല്ലാം കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പും ഇടുന്നത്. കറിവേപ്പും ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടാം. ചെറിയ കുറച്ച് മതി. ഇത് സോഡാപ്പൊടി, ഇതാ 1 നുള്ള് സോഡാപ്പൊടി. ഇത് നന്നായി ഇതൊന്ന് കുഴക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് നന്നായി ഒന്ന് കുഴക്കാം. നന്നായി ഇത് കുഴച്ച് വെച്ച് ഇനി ഒരു 5 മിനിറ്റ് വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചുടാൻ തുടങ്ങാം. ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ കോരുന്നത്. എണ്ണ നല്ലോണം കായതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമുക്കിത് കുറച്ചായിട്ട് ഇങ്ങനെ ഉള്ളിയിട്ടിടണം. അതായത് ഇങ്ങനെ ഉള്ളിയിട്ടിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നല്ല രസമാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട്.
ഇത് പൊരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ തിന്നാൻ നല്ല രസമുണ്ടാവും. നല്ല കട്ടൻ ചായയും മഴ സമയത്ത് പക്കുവടി. നന്നായി പൊരിഞ്ഞ് ഇത് കോരി വെക്കുന്നുണ്ട്. നന്നായി പൊരിഞ്ഞ് ഇത് നല്ല അടിപൊളി പക്കുവട റെഡി. മക്കളെ നമ്മളിതാ പക്കുവട റെഡിയായി അടിപൊളി. ഞങ്ങൾ രണ്ടാളും ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന്. എങ്ങനെയുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന്. അടിപൊളി എല്ലാവരും കുഴപ്പവും ചുട്ടു നോക്കണം. എളുപ്പ കാര്യമാണ്. ഒരു കഷ്ണം ചിക്കനെ കൊണ്ട് 2 നീരുള്ളിനെയും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം. പിന്നെ മക്കളെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.